ഗ്രീൻ എനർജി ഫോറം IREL എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന സ്റ്റുഡൻറ്റ് ഇന്നൊവേഷൻ ഐഡിയ എന്ന പരിപാടി യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കൃത്യമായിട്ടും നമ്മുടെ ദൃഷ്ടിപഥത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ്. സുസ്ഥിര വികസനം എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ടെങ്കിലും അതിന് അനുപേക്ഷണീയമായ മെച്ചപ്പെട്ട വായുവും വെള്ളവും അതിലുപരിയായിട്ട് മറ്റ് ജീവസന്ധാരണത്തിന് വേണ്ടുന്ന വിവിധ ഘടകങ്ങളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വെള്ളത്തെപ്പറ്റിയും അതുപോലെ വായുവിനെ പറ്റിയും എല്ലാം സംസാരിക്കുന്നു. അതുപോലെ തന്നെ നാം ഉപയോഗിക്കുന്ന ഊർജത്തിൻ്റെ ഉറവിടം ഏത് എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടും രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഫോസിൽ ഫ്യൂവലുകളുടെ പൂർണ്ണമായിട്ടുള്ള നശീകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്ധനം അത് എല്ലാ അർത്ഥത്തിലും എത്രമാത്രം നമ്മുടെ ലോകത്തെ ദുഷിപ്പിക്കുന്നുവെന്ന് നമ്മളൊക്കെ ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന് വരെ ഇട നൽകിയിരിക്കുന്ന ഈ പ്രതിഭാസം മൂലം ഇന്ന് കൃത്യമായിട്ട് സീസൺസ് ഋതുക്കളെപ്പോലും കൃത്യമായിട്ട് നമുക്ക് നിർവചിക്കാൻ സാധിക്കുന്നില്ല. മഴയെപ്പോൾ വരുമെന്നും വെയിലെപ്പോൾ വരുമെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇന്ന് സംജാതമായിരിക്കുന്നു. അതിലുപരിയായിട്ട് എല്ലായിടത്തും മഞ്ഞുപാളികൾ തന്നെ ഉരുകിപ്പോവുകയും കടൽ നിരപ്പ് ഉയരുകയും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയ്ക്ക് ഗണ്യമായിട്ടുള്ള കുറവ് സംഭവിക്കുകയും ചെയ്യുമ്പോൾ കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള നിർവചനത്തിലേക്കും അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള നടപടികളിലേക്കുമാണ് നമ്മൾ പോവേണ്ടത്. കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക് എന്ന സംരംഭം വയനാട്ടിൽ നിന്ന് അങ്ങേയറ്റം യുണീക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന കോഫി റോബസ്റ്റ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ചെറിയ ചെറിയ തുടക്കങ്ങളാണ്. എല്ലാം കൂടി ഇത് ചേരുമ്പോൾ മാത്രമേ അത്തരത്തിലുള്ള ഒരു കാർബൺ ക്രെഡിറ്റ് സിസ്റ്റവും അതിലുപരിയായിട്ട് എല്ലാ വ്യവസായ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും എല്ലാം ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. വിദ്യാർത്ഥികൾക്കിടയിൽ കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും നടത്തിയ മത്സരങ്ങളിലൂടെ തീർച്ചയായിട്ടും നമ്മളൊരൊറ്റ ലക്ഷ്യം ആണ് മുൻനിർത്തിക്കൊണ്ടും ചെയ്യുന്നത്. അതെന്തെന്നാൽ ഇത്തരത്തിലുള്ള മത്സരങ്ങളിലൂടെ നമ്മൾ സൃഷ്ടിക്കുന്നൊരു അവബോധമുണ്ട്, ബോധവൽക്കരണം. ആ ബോധവൽക്കരണം സുനിശ്ചിതമായിട്ടും കൂടുതൽ ഇടങ്ങളിലേക്ക് സംക്രമിക്കുവാൻ ഇത്തരം മിടുക്കന്മാരിലൂടെയും മിടുക്കികളിലൂടെയും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അത് സമൂഹത്തെ ആകെ തന്നെ ഒരു പുതിയ ജീവിത ശൈലിയിലേക്കും അതുപോലെ ലോകത്തെയും ഈ പ്രപഞ്ചത്തെയും നാം കാണുന്ന കാഴ്ചപ്പാടിൻ്റെ വ്യതിയാനത്തിലേക്കും നമ്മെ എത്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷകൾ തന്നെയാണ് അടുത്ത നൂറ്റാണ്ടിലേക്കും ഇനിയുള്ള തലമുറകൾക്കും വേണ്ടി പച്ചപ്പുള്ള ഹരിതാപമായ ഒരു ലോകത്തെ പ്രദാനം ചെയ്യുവാനുള്ള നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് നൽകുന്നത്. ആ സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് നൽകാൻ നടത്തുന്ന ഈ സംരംഭങ്ങൾ തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും മുക്തകണ്ഠം പ്രശംസ അർഹിക്കുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.